നമസ്കാരം. മോദി ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് മരണത്തിൻ്റെ വ്യാപാരി എന്ന വിശേഷണവുമായി സോണിയാഗാന്ധി രംഗത്തെത്തിയത്. മോദിയെ അടച്ചധിക്ഷേപിച്ചാൽ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് നൽകുമെന്നായിരുന്നു സോണിയാഗാന്ധി കണക്ക് കൂട്ടിയത്. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ പിഴച്ചു. മോദി ഒന്നും രണ്ടും തവണയല്ല ജയിച്ചു കയറിയത് ഗുജറാത്തിൽ നിന്നും. ഇന്നേ വരെ ഗുജറാത്ത് പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നപ്പോഴും ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടർന്നു. മോദിയാണ് മറുഭാഗത്തെങ്കിൽ UPA മൂന്നാം സർക്കാർ വരുമെന്നുറപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ കളിയാക്കിയത്. മാത്രമല്ല 2014 മോദി ചായക്കടക്കാരനാണെന്നും ചായക്കടക്കാരന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യതയെന്നും മോദി വേണമെങ്കിൽ വന്ന് AICC ഓഫീസിൽ ചായ വിറ്റോട്ടെ എന്നുമൊക്കെ മണിശങ്കർ അയ്യർ കളിയാക്കിയതുമെല്ലാം ഇന്ത്യൻ ജനത കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കളിയാക്കലുകൾക്കൊന്നും മോദിയെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കളിയാക്കിയവർക്ക് ജനം കൃത്യമായ മറുപടി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ ഇനി ഏകകക്ഷി ഭരണം സാധ്യമല്ല എന്നും മുന്നണി സർക്കാരുകൾ മാത്രമേ ഭാരതം ഭരിക്കാനുണ്ടാകൂ എന്നുമൊക്കെ രാഷ്ട്രീയ വിദഗ്ധർ വിധിയെഴുതിയ സമയത്താണ് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയത്. 2019 വീണ്ടും കോൺഗ്രസ് ഈ അധിക്ഷേപം തുടർന്നു. അന്ന് യുവരാജാവായ രാഹുൽ ഗാന്ധിയായിരുന്നു മോദിക്കെതിരെ അമ്പെയ്തത്. മോദിക്കെതിരെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. ചൗക്കീദാർ ചോർ ഹേ, അതായത് കാവൽക്കാരൻ കള്ളനാണ്. നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കോൺഗ്രസ് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഈ ആരോപണത്തിനും കൃത്യമായ മറുപടി കോൺഗ്രസിന് ലഭിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വന്നു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് 300 കടക്കാൻ ആ ആരോപണങ്ങൾ സഹായിച്ചുവെന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ 50ലേക്ക് ഒതുക്കുകയും ചെയ്തു. 2024 അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരം. അതായത് മോദിക്ക് കുടുംബമില്ലാത്തയാളാണ് എന്ന രീതിയിലുള്ള സംസാരമൊക്കെ ചില ദേശീയ നേതാക്കളിൽ നിന്ന് ഉണ്ടായി. അതിനെതിരെ മോദിയും BJPയും ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരുന്നു. ഞങ്ങളെല്ലാം മോദിയുടെ കുടുംബാംഗങ്ങളാണ് എന്ന് ഈ ഭാരതം ഒന്നടങ്കം പറഞ്ഞു. മോദിയും 140 കോടി ഭാരതീയരുമാണ് എൻ്റെ കുടുംബം എന്നുറക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. അപ്പോഴാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിന് അഴിമതി കേസിൽ അകത്ത് കിടക്കുകയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവന സത്യത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ മറ്റൊരു തരംഗം രാജ്യത്ത് സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് 75 വയസ്സാകാൻ പോകുന്നു. 75 കഴിഞ്ഞു കഴിഞ്ഞാൽ അധികാരസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് BJPയിൽ അങ്ങനെ ഒരു നിയമമുണ്ടത്രേ. ആ നിയമമനുസരിച്ച് അടുത്ത വർഷം നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് അധികാരം കൈമാറിപ്പോകും. ഇപ്പോൾ നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും അമിത്ഷായ്ക്ക് വേണ്ടി BJPയുടെ ഇതര നേതാക്കളെ പോലും മോദി ഒതുക്കുമെന്നുമൊക്കെയാണ് ഇന്നലെ വ്യക്തിപരമായ കടന്നാക്രമണം ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. പക്ഷേ ആ ആക്രമണത്തിനുമെതിരെ BJP ശക്തമായി ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വാക്കുകൾ വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കുന്നു. BJPയുടെ ഭരണഘടനയിൽ അത്തരമൊരു നിയമമൊന്നുമില്ല. അതെങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ പറയുന്നു എന്നറിയില്ല. പക്ഷേ 75 കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെയായിരിക്കും നേതാവെന്നും അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും അസന്ദിഗ്ധമായി തന്നെ BJPയുടെ നേതാവ് നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തന്നെ, ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല, മോദി കസേര ഒഴിയും എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട, ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന് തന്നെയാണ് അമിത്ഷാ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി പറഞ്ഞത്. ഒട്ടേറെ നേതാക്കൾ, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് BJPയിൽ ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നരേന്ദ്രമോദിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രതിപക്ഷം സ്വപ്നം കാണുകയാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നും വളരെ ഉറച്ച സ്വരത്തിൽ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി BJP നേതാക്കളെല്ലാം നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത്
പകുതിയിലേറെ ജനങ്ങൾ ഇനിയും രാജ്യത്ത് വോട്ട് ചെയ്യാനിരിക്കുന്നു. 3 ഘട്ടങ്ങൾ മാത്രമാണ് കഴിഞ്ഞത്. 4 ഘട്ടങ്ങൾ ഇനിയും കഴിയാനുണ്ട്. ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ, ഒട്ടേറെ ലോക്സഭാ സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ മോദിയെ അവസാന നിമിഷം അരവിന്ദ് കെജ്രിവാൾ കടന്നാക്രമിച്ചത് ഇന്ത്യ മുന്നണിക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന പേടിയിലാണ് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ വിദഗ്ധർ. എന്തായാലും എല്ലാ ആരോപണങ്ങളെയും എല്ലാ ആക്രമണങ്ങളെയും പുഷ്പഹാരമാക്കി മാറ്റുന്ന മോദിയുടെ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാൽ, രാജ്യത്ത് 4ാം ഘട്ട തിരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ വലിയൊരു തരംഗവും ഊർജവും തന്നെയാണ് BJP പക്ഷത്ത് ഉയർന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.